ഇന്ന് ശാലോം ന്യൂസിന്റെ പ്രേക്ഷകരോടൊപ്പമുള്ളത് വളരെ ഡിസ്റ്റിംഗ്വിഷ്ഡ് പേഴ്സണാലിറ്റിയാണ്. ഹിസ് നെയിം ഈസ് അജിൻ ജോസഫ്. CCBIയുടെ കാത്തലിക് എൻഗേജ്മെന്റ് മാനേജർ ഫോർ ചോസൻ. വളരെ വേൾഡ് റിനൗണ്ട് ആയിട്ടുള്ളൊരു വെബ് സീരീസ് ആണ്. അതോടൊപ്പം തന്നെ അജിൻ നല്ലൊരു മ്യൂസീഷ്യനും കൂടെ പ്രോ ലൈഫ് സ്പീക്കറും കൂടെയാണ്. കൂടുതൽ വിവരങ്ങൾ നമുക്ക് അജിനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. വെൽക്കം അജിൻ ജോസഫ് ടു ശാലോം ന്യൂസ്. താങ്ക് യു. ഒത്തിരി നന്ദിയുണ്ട്. CCBIയുടെ കാത്തലിക് എൻഗേജ്മെന്റ് മാനേജർ ഫോർ ചോസൻ ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാണ് മിഷൻ പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധ്യമാകുന്നത്? ഞാനൊരു 70 രൂപയെക്കാട്ടി കൂടുതൽ സുവിശേഷം അറിയിപ്പിക്കാൻ ആസ് എ പ്രോ ലൈഫ് സ്പീക്കർ, ആസ് എ കെറിസ്മാറ്റിക് സ്പീക്കർ ആൻഡ് ആസ് എ മ്യൂസിഷ്യൻ ദൈവം എന്നെ കൊണ്ടുപോയി. സോ അങ്ങനെ ഇരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഞാനൊരു 7 ഇയേഴ്സായിട്ട് ഫുൾ ടൈമറായിപ്പം. ആ സമയത്ത് കാർഡിനൽ ഫിലിപ്പ് നേരി, നമ്മുടെ ഇപ്പോഴത്തെ CCBIയുടെ പ്രസിഡൻറ്റ്, പിന്നെ കുറേ അച്ഛന്മാർ CCBIയിലുള്ള അവരെന്നോട് ചോദിച്ചു ദ ചോസൻ TV സീരീസ്, ഇത് ഈശോനെക്കുറിച്ച് വചനത്തിൽ നിന്ന് ഒരു വെബ് സീരീസ്, 7 സീസൺ ലോങ് വെബ് സീരീസാണ്. ഇപ്പോൾ 5 സീസൺ മൊത്തം അവൈലബിൾ ആ ആപ്പിൽ ഫ്രീ ആയിട്ട് കാണാം. ഇപ്പോൾ 6th സീസണിന് വേണ്ടി ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ക്രൂസിഫിക്ഷൻ ഒരു പടം വരും. സോ അതിനെ കോർഡിനേറ്റ് ചെയ്ത് സഭയിൽ അച്ഛന്മാരുടെ ഇടയ്ക്കും പിതാക്കന്മാരുടെ ഇടയ്ക്കും അൽമായ ശുശ്രൂഷകരുടെ ഇടയ്ക്കും അത് എത്തിപ്പിക്കാൻ എന്നോട് ആഗ്രഹിച്ചു. അങ്ങനെ ഞാൻ കോർഡിനേറ്റ് ചെയ്യാമെന്ന് CCBIയോട് പറഞ്ഞു. സോ ഇത് ഒത്തിരി ഇന്നത്തെ കാലയുഗത്ത് നമ്മൾ കാണുന്നു. ഒരുപക്ഷെ ജിയോ ഇന്ത്യയിൽ വന്നാൽ പിന്നെ 5 മണിക്കൂറിനെക്കാട്ടി കൂടുതലാണ് ഒരു മനുഷ്യൻ, കർഷകനായാലും ഒരു പാവപ്പെട്ട കുടുംബത്തിലായാലും എല്ലാവരുടെയും കയ്യിൽ സ്മാർട്ട് ഫോണുണ്ട്. സോ 5 മണിക്കൂറിനെക്കാട്ടി കൂടുതൽ അവർ സ്ക്രീൻസ് യൂസ് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ സർവേ കാണുന്നു. സോ ആ സ്ക്രീനിൻ്റെ ഇടയ്ക്ക് ഈശോയെക്കുറിച്ച് ഹോളിവുഡ് ക്വാളിറ്റി പ്രൊഡക്ഷനുള്ള USA ചോസൻ ഇപ്പം ഇനി മലയാളത്തിൽ അവൈലബിളാണ്. ഇപ്പം നമ്മൾ ചോസൻ മലയാളത്തിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുകയാണ്. അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നമ്മുടെ പിതാവ് റാഫേൽ തട്ടിൽ പിതാവ്, അഭിമന്യ പിതാവ്, ഇപ്പം അതിനെ നമ്മൾ കാക്കനാടി തന്നെ ലോഞ്ച് ചെയ്തു. ഫസ്റ്റ് സീസൺ ആപ്ലിക്കേഷൻ ദ ചോസൻ ആപ്പിൽ ഫുള്ളി അവൈലബിളാണ് മലയാളത്തിൽ. ബാക്കി സീസണിൻ്റെ എല്ലാ എപ്പിസോഡ്സിൻ്റെ ട്രാൻസ്ലേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. സോ മലയാളികൾക്ക് ഒരുപക്ഷെ ഇതിനെക്കുറിച്ച് അറിയത്തില്ല. ബിക്കോസ് ഇത് ഹോളിവുഡ് ക്വാളിറ്റി USA റിലീസായി, ഇംഗ്ലീഷിൽ ഇന്ത്യയിൽ അവൈലബിളാണ്. നെറ്റ്ഫ്ലിക്സ് ഇതിനെ മേടിച്ചു ഇന്ത്യയിൽ. അപ്പം ഇനിയും നമ്മൾ വെബ് സീരീസ് ഇത് ദ ചോസൻ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് നമുക്ക് ഈശോനെക്കുറിച്ച് കാണാം, ആ കഥയെ മൊത്തം അറിയാം വചനത്താൽ. പിന്നെ വെബ്സൈറ്റ് watch.chosentv.com ഇതകത്ത് പോകാനേലും നമുക്ക് കാണാം. സോ അത് മലയാളികളുടെ ഇടയ്ക്ക് കത്തോലിക്ക സഭയിൽ അഭിമന്യ പിതാക്കന്മാരുടെ ത്രൂ സെനഡോസിലും അവതരിപ്പിക്കാൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ അതിനെയും എത്തി ഡിജിറ്റലി സുവിശേഷം നമുക്ക് മലയാളികളുടെ ഇടയ്ക്ക് ഇറക്കണം. പിന്നെ ഒത്തിരി പേര് ഈശോയെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല. എന്താ നമ്മുടെ വിശ്വാസം, എന്താ വിശ്വാസത്തിൻ്റെ പുറയിലുള്ള കാഴ്ചപ്പാടുകൾ, അതൊക്കെ നമുക്ക് ഇതിൻ്റെ ത്രൂ മനുഷ്യരുടെ ഇടയ്ക്ക് എത്തിപ്പിക്കാം. ശാലോം ന്യൂസിന്റെ പ്രേക്ഷകർക്ക് അജിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടായിരിക്കും. അജിൻ എങ്ങനെയാണ് ക്രിസ്തുവിനെ അനുഭവിച്ചറിഞ്ഞത്? ഞാൻ കുട്ടിപ്രായത്തിൽ തന്നെ ഡൽഹിയിൽ കെറിസ്മാറ്റിക് റിന്യൂവൽ സർവീസസ് ഒത്തിരി സ്ട്രോങ്ങാണ്. ഞാൻ ഡൽഹി ബോൺ ആൻഡ് ബ്രോട്ടപ്പാണ്, തിരുവല്ലക്കാരനാണ്. അപ്പം സ്കൂൾ സമയത്ത് ക്രിസ്ത്യൻ ധ്യാനം 17 വർഷം മുമ്പേ, ഇപ്പം എനിക്ക് 34 വയസ്സുണ്ട്, എനിക്ക് 17 വയസ്സായിരുന്നു. അപ്പം 27 സെപ്റ്റംബർ 2009 ദിവ്യകാരുണ്യ ഈശോയെ എഴുന്നള്ളിച്ച് വെച്ചപ്പോൾ 2ാം ദിവസത്തെ ധ്യാനം വന്നു. എനിക്കൊരു വ്യക്തിപരമായി ഭയങ്കര ഒരു പൗലോസ്ലിയായിക്കുണ്ടായ അനുഭവം ഉണ്ടായി. എനിക്കത് വേർഡ്സിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റത്തില്ല. ബട്ട് അത് ആ ഒരു അനുഭവം കഴിഞ്ഞ് എൻ്റെ ജീവിതം മാറാൻ തുടങ്ങി. ഞാൻ വചനം വായിക്കാൻ തുടങ്ങി. ഒരു പുതിയ തീഷ്ണത എന്നും പ്രാർത്ഥിക്കാൻ ദൈവം തന്നു. കൂദാശകൾ സ്വീകരിക്കാൻ തന്നു. പിന്നെ ഞാൻ ബൈബിൾ വായിച്ച് തീർത്തു കഴിഞ്ഞ് സഭാപിതാക്കന്മാരെ വായിക്കാൻ തുടങ്ങി, വിശുദ്ധന്മാരെ വായിക്കാൻ തുടങ്ങി. വിശുദ്ധ ഗ്രന്ഥങ്ങളിനെ വ്യാഖ്യാനിച്ച് ചർച്ച് ഫാദേഴ്സിനെ വായിച്ച് മെജസ്റ്റീരിയം അങ്ങനെ വായിച്ച് ഞാൻ വളർന്നു. സോ ആദ്യത്തെ 7 വർഷം ഞാൻ ഒരു പാർട്ട് ടൈം മിഷണറി ആയിട്ട് ശുശ്രൂഷ ചെയ്തു. ഞാനൊരു അധ്യാപകനാണെന്ന് സ്കൂളിൽ ഗ്രാജുവേഷൻ ചെയ്തു ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്ന്
പിന്നെ BEd ചെയ്തു. അതുപോലെ 2017 എനിക്ക് വിളിയുടെ അകത്തൊരു വിളി ദൈവം എനിക്ക് ഉത്തര ഭാരതം കാണിച്ചു തന്നു പ്രാർത്ഥനയുടെ സമയത്ത്. അങ്ങനെ എൻ്റെ അപ്പൻ്റെ അമ്മയുടെയും അതേ അനുവാദത്തോടും എൻ്റെ ഡൽഹിയിലെ പിതാവിൻ്റെ അനുവാദത്തോടും ഞാൻ ജോലി വിട്ട് 1 വർഷത്തേന്ന് 2 വർഷത്തേന്ന് ഒരു ഫുൾ ടൈം കാത്തലിക് മിഷണറി ആയിട്ട് വേല കെറിസ്മാറ്റിക് റിന്യൂവലിൻ്റെ ത്രൂ ദൈവവേല ചെയ്യാൻ തുടങ്ങി. പിന്നെ അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ ആ 2 വർഷം ഇപ്പോൾ 8 വർഷം ആവാറായി. സോ ഞാൻ പുറകിലോട്ട് നോക്കുമ്പം ദൈവം എന്നെ ഒത്തിരി അനുഗ്രഹിച്ചു. പാട്ട് എഴുതാനുള്ള വരം തന്നു, പ്രസംഗിക്കാനുള്ള വരം തന്നു, ലീഡർഷിപ്പ് ഒത്തിരി ലെവലിൽ ഇൻ്റർനാഷണൽ, ഏഷ്യൻ, പ്രെയർ ഗ്രൂപ്പ് ലെവൽ, ഡൈസിഷൻ ലെവലിൽ ദൈവം എന്നെ ഈ കൊച്ചു പ്രായത്തിൽ തന്നെ യൂസ് ചെയ്തു. പിന്നെ എനിക്ക് ഈ ശുശ്രൂഷ ഞാനിപ്പോൾ സെമിനറി പഠിപ്പിക്കുന്നുണ്ട് മോറൽ എത്തിക്സിനെ കുറിച്ച്. പിന്നെ അച്ഛന്മാരെയും പിതാക്കന്മാരെയും അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ CBCIയിലും 7 മിനിറ്റ് എനിക്ക് പിതാക്കന്മാർ തന്നു. അപ്പം ഞാൻ കോൺട്രസെപ്ഷൻ്റെ വിരുദ്ധമായിട്ടും പോണോഗ്രഫിയുടെ വിരുദ്ധമായിട്ടും LGBT പിന്നെ യഥാർത്ഥത്തിൽ നമുക്ക് എങ്ങനെ സയൻറ്റിഫിക്കലി, തിയോളജിക്കലി, മെഡിക്കലി 2 ജെൻഡർ മാത്രമേ ഉള്ളൂ, മെയിൽ ആൻഡ് ഫീമെയിൽ. സോ അത് ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. സോ അതെല്ലാം എനിക്ക് പിതാക്കന്മാരോടും പറയാൻ ഉള്ള ദൈവം ഒരു കെറിസ്മാറ്റിക് റിന്യൂവലിൻ്റെ ത്രൂ എനിക്ക് ഒരു 7 മിനിറ്റ് തന്നു. സോ അങ്ങനെ ഞാനിപ്പോഴും ശുശ്രൂഷയിൽ ഒരു അൽമായ ശുശ്രൂഷന കല്യാണം കഴിച്ചു. എൻ്റെ വൈഫ് ഈസ് എ ടീച്ചർ, ഷീ ഈസ് നോട്ട് എ ഫുൾ ടൈമർ. എനിക്കൊരു കുഞ്ഞുണ്ട്, സെബദി, 1 വയസ്സ് 3 മാസമുണ്ട്. സോ ഐ എം കണ്ടിന്യൂയിങ് ഇൻ ദിസ് ജേർണി ആസ് എ ഫുൾ ടൈം മിഷണറി. അച്ഛന് ശാലോം ന്യൂസിലെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് എന്ത് മെസ്സേജാണ് കൊടുക്കാനായിട്ട് സാധിക്കുക? എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ തലമുറയിൽ ഞാൻ കാണുന്ന, ഞാനൊരു 10 ലക്ഷത്തിനെക്കാട്ടി കൂടുതൽ യുവതികളെ ധ്യാനിപ്പിച്ചിട്ടുള്ള മനുഷ്യനാണ്. നാട്ടിലധികം ശുശ്രൂഷ ചെയ്തിട്ടില്ല, എന്നാലും ചെയ്തിട്ടുണ്ട്. സെൻറ്റ് തെരേസ കോളേജിലും ഡിവൈനിലും 2-3 പ്രാവശ്യമൊക്കെ വന്നിട്ടുണ്ട്. ബട്ട് ഞാൻ മനസ്സിലാക്കിയേക്കുന്ന പരിശുദ്ധ സഭയിൽ നമുക്കിപ്പോൾ ഒരു കണക്കിൻ്റെ ഒരു ചോദ്യം ഉണ്ടെങ്കിൽ ഒത്തിരി അധ്യാപകന്മാരുണ്ട് കണക്കിൻ്റെ ചോദ്യത്തിനെ സോൾവ് ചെയ്യാൻ. അതുപോലെ സയൻസിൽ ഒരു ചോദ്യം ഉണ്ടെങ്കിൽ ഒത്തിരി സയൻറ്റിഫിക് ടീച്ചേഴ്സുണ്ട്, സയൻസ് പഠിപ്പിക്കുന്ന അധ്യാപകന്മാരുണ്ട്. എന്നാലും വിശ്വാസത്തിൽ നമുക്ക് ചോദ്യങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ പുറലത്തെ കാരണങ്ങൾ കത്തോലിക്ക മതബോധ ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുന്നു. ഫെയ്ത്ത് ഈസ് നോട്ട് ഒപ്പോസ് ടു റീസൺ. സോ അത് ഈ 21-ാമത്തെ നൂറ്റാണ്ടിൽ നമുക്ക് വേണം. ഞാൻ എന്തുകൊണ്ട് കുർബാനയ്ക്ക് പോകുന്നു, എന്തുകൊണ്ട് നമ്മുടെ പള്ളികളിൽ സ്റ്റാച്യൂസ് ഉണ്ട്, എന്തുകൊണ്ട് എനിക്ക് എൻ്റെ പാപം ഒരു അച്ഛനോട് ഏറ്റുപറയണം, അല്ലെങ്കിൽ എങ്ങനെ ഇതെല്ലാം വന്നു, കാണുന്ന വലിയ വലിയ പ്രസ്ഥാനങ്ങൾ എങ്ങനെ വന്നു. സോ കൊച്ചു കൂതാശകളെക്കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ്. സോ അതിൻ്റെ എല്ലാം പുറകെ ഒത്തിരി കാരണങ്ങളുണ്ട്. സോ നമ്മളിപ്പം സുവിശേഷം കൊടുക്കുന്നത് ഒരു പക്ഷേ ഉള്ള മെജോറിറ്റി 90-95% ഓഫ് ദ പീപ്പിൾ ആർ എഡ്യൂക്കേറ്റഡ്. അവർക്ക് എഡ്യൂക്കേഷനുണ്ട്, സയൻസിൻ്റെ ചോദ്യങ്ങൾക്ക് അവർക്കറിയാം, കണക്കിൻ്റെ ചോദ്യങ്ങൾ അറിയാം. എന്നാലും വിശ്വാസത്തിൻ്റെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അവർക്കറിയത്തില്ല. സോ വിശ്വാസം മാത്രം കൊടുക്കാൽ നമ്മൾ കാരണങ്ങൾ മനസ്സിലാക്കണം, കാരണങ്ങൾ കൊടുക്കണം. അപ്പം അവർ വിശ്വാസത്തിൽ ആഴത്തിൽ വളരാൻ പറ്റും. സോ ഞാൻ പിള്ളേരോട്, എല്ലാവരോടും യൂത്തിനോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ചോദ്യങ്ങൾ കൊണ്ടുവരിക. എന്തുവാ LGBT, എങ്ങനെ നമുക്ക് പോണോഗ്രഫിയിൽ നിന്ന് വെളിയിലിറങ്ങാൻ പറ്റും, മാസ്റ്റർബേഷൻ നേരായിട്ട് റിക്വയർഡ് ആണോ ശരീരത്തിന്. അപ്പോൾ ഇതൊക്കെ ഞാൻ തന്നെ സ്ട്രഗിൾ ചെയ്ത സംഭവങ്ങളാണ്. എന്നാലും എനിക്ക് ദൈവത്തിൻ്റെ സഭാപിതാക്കന്മാർ എഴുതിയ കാര്യങ്ങൾ പഠിച്ചപ്പോൾ എനിക്ക് അതിൻ്റെ ഉത്തരങ്ങൾ കിട്ടി. പിന്നെ എനിക്ക് ഒത്തിരി പേരെ അതിനകത്തുനിന്ന് ആ തിരിച്ചുള്ള അനുഭവത്തിൽ നിന്ന് ഇറക്കാൻ പറ്റി ദൈവകൃപ കാരണം. സോ അങ്ങനത്തെ കാര്യങ്ങൾ, പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ സംഭവങ്ങൾ. സോ അതെല്ലാം ലോജിക്കലി നമ്മൾ വായിക്കണം. വായിക്കാൻ പറ്റത്തില്ലെങ്കിൽ, ഇഷ്ടമില്ലെങ്കിൽ നല്ല വീഡിയോസ് കാണണം. ഷാലോമിൻ്റെ വീഡിയോസ് കാണുക, ഷാലോമിൽ ഇടുന്ന വീഡിയോസ് കാണുക. പിന്നെ അസെൻഷൻ പ്രസൻസ്, ഫാദർ മൈക്ക് സ്മിത്ത്, ബിഷപ്പ് റോബർട്ട് ബാരൻ, മാറ്റ് ഫ്രാഡ്, അങ്ങനെ ഒത്തിരി പേരുണ്ട്. യൂട്യൂബിൽ തന്നെ അവൈലബിളാണ്. സോ അവർ പറയുന്ന കാര്യങ്ങൾ ഒരു പക്ഷേ ഇംഗ്ലീഷ് മനസ്സിലാക്കുകയാണെങ്കിൽ അവരെ കാണുക. ഇംഗ്ലീഷ് മനസ്സിലാവുന്നില്ലെങ്കിൽ മലയാളത്തിൽ ഒത്തിരി പേരുണ്ട്. ഡാനിയൽ പൂണ്യത്തിൽ അച്ഛൻ ഒത്തിരി അപ്പോളജറ്റിക് സെഷൻസ് എടുക്കുന്നുണ്ട്. സോ അത് അങ്ങനത്തെ ചോദ്യങ്ങൾ കൊണ്ടുവരിക സഭയിൽ, പിന്നെ അതിൻ്റെ ഉത്തരം കണ്ടെടുത്തുക. അപ്പോൾ നമ്മുടെ വിശ്വാസം ആഴത്തി വളരും. ഈ ലോകം തീർന്നു പോയാലും വചനം നിലനിൽക്കുന്ന തമ്പുരാൻ നമ്മളോട് പറഞ്ഞത്. സോ അതിനെ ഡിഫെൻഡ് ചെയ്യണം. നമ്മുടെ വിശ്വാസം എന്നാലേ പൂർത്തിയാവത്തുള്ളൂ. ഇഫ് വി ഫൈൻഡ് റീസൺസ് ഫോർ ആർ ഫെയ്ത്ത്. ഫിയാത്ത് മിഷൻ്റെ ഈ ഒരു മിഷൻ എക്സ്പോയെ എങ്ങനെ നോക്കിക്കാണുന്നു? ഞാൻ ആദ്യമായിട്ട് ആ ഫിയാത്ത് മിഷനിൽ വരുന്നത്, ഞാൻ
സീറ്റ്ലി ചേട്ടൻ്റെ മോൻ ജോർജിനെ പെനാങ് മലേഷ്യയിൽ കണ്ടായിരുന്നു. അപ്പോൾ നമ്മളവിടെ ആലോചിക്കുമായിരുന്നു ഒരു ആഴ്ച കുറേ കാർഡിനൽമാരും ബിഷപ്സും അൽമായ ശുശ്രൂഷകരും എല്ലാവരും ഉണ്ടായിരുന്നു. എങ്ങനെ നമുക്ക് 3rd മില്ലേനിയൽ സുവിശേഷം അർപ്പിക്കാൻ പറ്റും. സോ അപ്പം ജോർജ് ആഗ്രഹിച്ചു ഞാൻ വരണം ഇവിടെ. അങ്ങനെ ഞാനിവിടെ വന്നു. ഞാൻ കുറേ അൽമായ ശുശ്രൂഷകരെ കണ്ടു, അച്ഛന്മാരെ കണ്ടു, കന്യസ്ത്രെ കണ്ടു. ഞാൻ എൻ്റെ ഡെഫിനേഷൻ മിഷനറിയുടെ പറഞ്ഞ തമ്പുരാൻ പറയുന്ന ഡെഫിനേഷൻ വി ഷുഡ് ബി എ വിറ്റ്നസ്. നമ്മൾ സംസാരിക്കുന്ന കാര്യം നമ്മുടെ ജീവിതത്തിൽ നിന്ന് സംസാരിക്കാതെ തന്നെ മറ്റേ മനുഷ്യർ കണ്ട് ക്രിസ്ത്യാനി ആവണം, അല്ലെങ്കിൽ ക്രിസ്തുവിനെ കുറിച്ച് അറിയണം. സോ അതൊരു പാടുപെട്ടുള്ള സംഭവമാണ്. സോ അത് പ്രസംഗിക്കാൻ ഒത്തിരി ഈസിയാണ്, പാട്ട് പാടാനും എഴുതാനും ഒത്തിരി ഈസിയാണ്, സുവിശേഷം സംസാരിക്കാനും ഒരു പക്ഷേ ക്രിസ്ത്യാനികളുടെ ഇടയ്ക്ക് തന്നെ ഈസിയാണ്, ബിക്കോസ് അവർ ഓൾറെഡി ക്രിസ്ത്യൻസാണ്. സോ നമ്മൾ യഥാർത്ഥത്തിൽ ക്രിസ്തു പറഞ്ഞ നിയമങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മറ്റേ മനുഷ്യർ കാണുക, നമ്മളതിനെ പാലിക്കുന്നുണ്ട്. അപ്പം അതാണ് നമ്മളെ ഒരു മിഷണറി ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. ആദിമസഭ പിതാക്കന്മാരുടെ അകത്തുള്ള ഒരു ടെർട്യൂലിയൻ പിതാവ് ക്രിസ്ത്യാനി ആയത് ഒരു സുവിശേഷവും കേട്ടതല്ല, എന്നാലും ക്രിസ്ത്യാനികൾ എങ്ങനെ സ്നേഹത്തോടും ഐക്യത്തിലും ജീവിക്കുന്നു അത് കണ്ട് കശി ക്രിസ്ത്യാനിയായി. അതുപോലെ പൗലോസിനെ കുറിച്ച് നമുക്കറിയാം. പൗലോസും സ്തേഫാനോസും ഒരു യൂത്ത് മരിച്ചു വന്നിരുന്നപ്പം ആ മനുഷ്യൻ്റെ കൺവിക്ഷൻ കണ്ട് പൗലോസിൻ്റെ അടിസ്ഥാനം ശക്തിപ്പെടുത്തി. പിന്നെ പൗലോസ് ദൈവത്തിനെ, ആ സെയിം ക്രിസ്തുവിനെ ഒരു ദർശനത്തിൽ കാണുന്നു, പിന്നെ സഭയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നു. സോ വി നീഡ് വിറ്റ്നസ്സസ് മോർ ദാൻ എനിത്തിങ്. സോ അത് ഇവിടെ എനിക്ക് കാണാൻ പറ്റി. അത് ഇനിയും നമുക്ക് ഒത്തിരി പേര് വേണം. സോ ദാറ്റ്സ് വാട്ട് ഐ ഫീൽ.